വീണ്ടും പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ മനസ്സ് നീറി നെഞ്ചു പൊടിഞ്ഞ് വിവിധങ്ങളായ മനഭാരങ്ങളോടെ നിൽക്കുന്ന ഓരോ മക്കളെയും നിന്റെ തിരുമുറിവാർന്ന മരിച്ചുയർത്തെഴുന്നേറ്റ മഹത്വപൂർണമായ വലതുകരത്താൽ സ്പർശിക്കണമേ. എക്കാലങ്ങളിലും ഓൺലൈനിലെ ആരാധന കൂടുമ്പോഴ് കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരുടെ മേൽ ചൊരിയട്ടെ. എല്ലാവരും കർത്താവിന്റെ സാക്ഷികളായി സ്വർഗ്ഗത്തിന്റെ അടയാളങ്ങള് സംവഹിക്കാൻ സൗഖ്യമായി വിടുതലായി അഭിഷേകം നൽകണമേ. അറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് കുഴങ്ങുന്നവരെ അവരുടെ മേലെല്ലാം സങ്കീർത്തനം 32:8 പ്രാർത്ഥിക്കുന്നു. നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന് കർത്താവേ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് വെളിപ്പെടുത്തിയ കർത്താവേ, എല്ലാ മക്കളും ഒരുമിച്ച് മനക്കുഴക്കത്തോടെ ജീവിതം ഇരുട്ടിൽ തപ്പുന്നവരെ നിന്റെ പ്രകാശം സങ്കീർത്തനം 119 പ്രാർത്ഥിക്കുന്ന പാതയ്ക്ക് വിളയ്ക്കും പാദത്തിന് പ്രകാശവുമായ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾക്ക് പ്രത്യേക വെളിച്ചം നൽകണമേ, ആശ്വാസം നൽകണമേ, ധൈര്യം നൽകണമേ, അഭിഷേകം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യ വിചാരത്തിനായി നമ്മൾ ഇന്ന് ഉടമ്പടി ധ്യാനത്തിൽ എടുക്കുന്നത് ഒരു മാതൃകാ സാക്ഷ്യമെന്ന് പറയുന്നത് കൃപാറോയിയുടെ സാക്ഷ്യമാണ്. കൃപാറോയി ഒരു BSc കംപ്ലീറ്റ് ചെയ്ത ഒരു നേഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അവർക്കൊരു 22 വയസ്സുണ്ട്. പക്ഷെ അവരുടെ സാക്ഷ്യം ഇട്ടതിന് ശേഷം പെട്ടെന്നത് 88,000 അതിൻ്റെ വ്യൂവേഴ്സ് കൂടി. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൻ്റെ ചില സാക്ഷ്യങ്ങൾ എങ്ങനെ ഇട്ടാലും ഒരു 20,000 അപ്പുറത്ത് പോകത്തില്ല. പക്ഷെ ഇത് പെട്ടെന്നാണ് ഈ സാക്ഷ്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു സത്യമുള്ളത് കൊണ്ടാണ്. നമ്മളെപ്പോഴും നമുക്കറിയാമല്ലോ, ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഉടമ്പടി 2 കാര്യങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് ഈ മഹത്വം ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്ന സോക്കോൾഡ് ബ്ലെസ്സിങ്സ്, അത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. പക്ഷേ അത് സ്പീഡപ്പ് ആകണത്. ഫിസിക്കാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരാത്മകത, ജഡത്വം, അതിൻ്റെ അകത്ത് ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, മക്കളുണ്ട്, പ്രൊമോഷനുണ്ട്, PR ഉണ്ട്, അതെല്ലാം പല കാര്യങ്ങൾ കൊണ്ടാണ് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിന് നമുക്ക് ബ്ലെസ്സിങ്സാണ് വേണ്ടത്. ഈ ബ്ലെസ്സിങ് തന്നെ നമുക്ക് ലഭിക്കുന്നതിന് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ഉടമ്പടിയുടെ ഫോർമുല അതാണ്. ബ്ലെസ്സിങ്സ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സ്പീഡപ്പ് ചെയ്യണത്, അതിൻ്റെ അനുധാരികൾ എന്താണ്, അതാണ് ഉടമ്പടി ധ്യാനത്തിലൂടെ
നമ്മൾ അന്വേഷിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയിലൂടെ അങ്ങയെ അടുത്തനുഭവിക്കാൻ കർത്താവിന്റെ വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതനെ അടുത്ത മഹത്വത്താൽ ഉടമ്പടി വഴി ഞങ്ങളെയും അങ്ങ് മഹത്വപ്പെടുത്തണമേ. അതിനായി സ്വർഗത്തിന്റെ പാഠങ്ങൾ ഞങ്ങളെയും പഠിപ്പിക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ഈശോയെ ഞങ്ങൾക്ക് ലോകത്തിന് നൽകിയതുപോലെ കാലങ്ങളിലെ മരിയൻ മിഷനായി യേശുവിനെ സ്വീകരിക്കാനും യേശുവിനെ ലോകത്തിന് കൊടുക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി അമ്മേ ദേവമാതാവേ, മാതാവേ, ഈ ആരാധനയിലെ മാധ്യസ്ഥം വഹിക്കണമേ. മക്കൾക്ക് വേണ്ടി ഈ ആരാധനയിൽ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദുരിതങ്ങള്, ദുഃഖങ്ങള് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഗം ഇതാണ്. അവൾ കേരളത്തിലെ നല്ല ഒരു ട്രെയിനിങ് കോളേജിലാണ് പഠിച്ചത്, OITക്കൊക്കെ പഠിച്ചതേ. പക്ഷെ അത് എല്ലാം C+ ആയിപ്പോയി. അപ്പം നമ്മൾ വരുന്ന വഴികൾ എപ്പോഴും ഇതുപോലെയുള്ള ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പം നിങ്ങൾ ഡൗണായി പോകരുത്. നമ്മൾ ഡൗണായി പോകുന്ന സാഹചര്യങ്ങളും സത്യത്തോടെ ദൈവത്തിൻ്റെ കൈകളിൽ പിടിക്കാനാണ്. നമ്മളെല്ലാവരും കൈകളിൽ പിടിക്കുന്നവരാണ്. പിടിച്ചില്ല സത്യമില്ല, നുണമുണ്ടാകും കുറേ. അത് ബൈബിൾ അത് അംഗീകരിക്കണില്ല. അതാണ് പ്രശ്നം. നീ എപ്പോഴും നോക്കേണ്ടത് നിൻ്റെ ദൈവത്തിലുള്ള റിലയൻസ്, ആശ്രയം സത്യമാണോ എന്ന് നോക്കണം. അതെപ്പോഴും ഭയങ്കര കാര്യം. നമ്മൾ ബൈബിളിൽ തന്നെ ഫിഡലിറ്റി എന്നൊക്കെ പറയും. ഫിഡലിറ്റി സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ ബൈബിളിൽ ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത് ഫെയ്ത്ത് അല്ല, ഫിഡലിറ്റിയാണ്. വിശ്വാസമല്ല, വിശ്വസ്തതയാണ്, അല്ലേ? പക്ഷേ വിശ്വസ്തത പോലും നമ്മുടെ സം ടോട്ടാലിറ്റി നമ്മുടെ അതിൻ്റെ ആധ്യാത്മികതയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ കൃപ ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് സത്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃപ റോയി എന്താ ചെയ്യണത്? അടുത്തത്, അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ഇവിടെ ഹോസ്റ്റലിൽ. അപ്പോൾ ഇവർ എല്ലാം C+ മേടിച്ച് തൊപ്പി വിട്ടൊക്കെ ഇരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൃപാറോയി ഈ കുഞ്ഞിനോട് പറയും, നീ കൃപാസനം ചെല്ല്, അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുക്കാൻ പറയും. അപ്പോൾ നമുക്കറിയില്ല, ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ബയലാട്രൽ എഗ്രിമെൻ്റാണ്, അല്ലേ? നമ്മൾ സാധാരണ സിംഗിൾ എഡ്ജ് പ്രെയർ അതിൻ്റെ റിസർട്ടേഷൻ അതിൻ്റെ മെക്കാനിസത്തിൽ നിന്ന് ആ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ നേരെ ചേഞ്ച് ചെയ്യുകയാണ്. കാര്യം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സിംഗിൾ എഡ്ജാണ് ഉള്ളത്. അത് എന്താണത് ഗ്യാരണ്ടി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഗ്യാരണ്ടി ചെയ്യണില്ല. നമ്മൾ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി അതിൻ്റെ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യണില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ഒരു കേവല വിശ്വാസത്തിലാണ്. നമ്മളതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ സത്യമായി നമ്മൾ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ അതിനകത്ത് നിക്ഷേപിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. സത്യമാണത്. അപ്പോൾ കൃപാറോയി വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഈ പരീക്ഷ തന്നെ വീണ്ടും എഴുതുമ്പോൾ ഈ 4 C+ എന്നുള്ളത് ചേഞ്ച് ചെയ്യും. 2 C+ ആയിട്ടത് വ്യത്യാസപ്പെടും. ബാക്കിയെല്ലാം BA വരും. കുറച്ച് ഗ്രോത്ത് ഉണ്ട്, ഒരു 50% ഗ്രോത്ത് വരും ഉടമ്പടി എടുക്കുമ്പോൾ. പലർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫേസിൽ, ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ സാധാരണ നിലവാരത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം എന്ത് വിഷയമായാലും
എന്ത് വിഷയമായാലും, പഠനത്തിൻ്റെ തന്നെയല്ല, ജീവിതത്തിൻ്റെ ആയാലും, കേസിൻ്റെ ആയാലും, മക്കളില്ലാത്ത അവസ്ഥയായാലും, വിവാഹം ഒത്തുവരാത്ത അവസ്ഥയായാലും, ഇപ്പോൾ സ്ഥലം വിൽക്കണ വിഷയമായാലും, ആധ്യാത്മിക ജീവിതമായാലും ഒരു 10% ഹൈക്ക് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 20% ഹൈക്ക് കിട്ടും. അപ്പോൾ ചില ആൾക്കാരെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വർക്ക് ചെയ്യണം, പിന്നെ ഉടമ്പടി സെക്കൻഡ് ഫേസിൽ വർക്ക് ചെയ്യണത്, അതുപോലെ ആ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഉടമ്പടിയെക്കുറിച്ച് എഡ്യൂക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആ പഴയതുപോലെ തന്നെ ചെയ്യും. പക്ഷേ കൃപാറോയി ഭയങ്കര ഷ്രൂഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റാണ്. അവർക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് C+ കുറഞ്ഞു പക്ഷേ എല്ലാം B ആകാഞ്ഞത് എന്താണ്? അപ്പോൾ ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇൻട്രോസ്പെക്ഷനായി. എല്ലാവരും ഉടമ്പടി എപ്പോഴും നമുക്ക് ഇൻട്രോസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമുക്ക് ആന്തരിക വിചാരണ, നിരീക്ഷണമല്ല, ആന്തരിക വിചാരണ നടത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഉടമ്പടി പക്കയായിട്ടാണോ അത് എക്സിക്യൂട്ട് ചെയ്യണത്? കാര്യം ദൈവത്തിൻ്റെ സ്ഥാനത്തു നിന്നുള്ള പ്രത്യേകത, ദൈവത്തിന് ഒറ്റ വാക്യമുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് ഒറ്റ വാക്കായിരിക്കും, അത് സത്യമായ വാക്കായിരിക്കും. ഇപ്പം 22:6 ഇല്ലേ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22:6, റൈറ്റ് ഡൗൺ ദിസ് വേർഡ് ഈസ് ട്രസ്റ്റ് വർത്തി. നിങ്ങൾ എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും. റീഡ് ഇറ്റ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. വെളിപാട് 22:6. അവൻ എന്നോട് പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതായത് വചനം എന്ന് പറയാൻ നമുക്കറിയാം വാക്കാണ്. അത് കേവലമായ വാക്കുകളൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. വാക്കുകളെല്ലാം വാഗ്ദാനങ്ങളാണ്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം എന്താ വെച്ചിരിക്കണത്? ദാനം വെച്ചിട്ടുണ്ട്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ ദാനമാണ് നമുക്ക് പ്രയോജനപ്പെടേണ്ടത്. വാക്ക് ഒരു കവറേജാണ്, അതിൻ്റെ ഒരു പൊതിച്ചിലാണ്, ശബ്ദം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. ഈ ശബ്ദത്തിൻ്റെ ഉള്ളിൽ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ, അനുദിന ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന നിത്യജീവിതത്തിൻ്റെയും സ്വർഗീയ ദാനങ്ങൾ വാക്കിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ വാഗ്ദാനം നമ്മളെന്താ ചെയ്യണത്? വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്യണത്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? എന്താ പറഞ്ഞത്? ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക്, അല്ലേ അല്ലേ? അപ്പോൾ ഈ വാക്കുകളെല്ലാം വായിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഇതിനകത്തുള്ള ദാനങ്ങൾ പ്രയോജനപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇപ്പം ഉടമ്പടിയിൽ 1/2 മണിക്കൂർ വചനം വായിക്കണ്ടേ? അപ്പോൾ എന്തിനാ വചനം വായിക്കണത്? ആ വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദാനങ്ങളുണ്ട്. അതിലെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതാണത്. എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ഹെബ്രായർ 4:2 എന്താണ് പറഞ്ഞ്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്തെന്നാൽ അവരതിലെ വിശ്വസിച്ചില്ല. അപ്പോഴേ വചനങ്ങളെല്ലാം പ്രയോജനപ്പെടാനുള്ളതാണ്. പക്ഷെ എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത്? നമ്മൾ എപ്പോഴാണ് അതിൽ വിശ്വസിക്കുന്നത്. പക്ഷേ വിശ്വസിക്കുമ്പോൾ എപ്പോഴും ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ ചുണ്ടുകൊണ്ട് ചൊല്ലിയാൽ വിശ്വാസത്തിൻ്റെ ഫുൾ സ്വിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഹെബ്രായർ 4:2 എന്താ പറയണത്? എന്ന് പറഞ്ഞ് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരതില് വിശ്വസിച്ചില്ല. അപ്പം ദൈവം എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് എപ്പോഴും ഒരു ഇൻട്രോഗേറ്റീവ് മോഡിലായിരിക്കും. നീ വിശ്വസിച്ചിട്ടുണ്ടോ? കാര്യം അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിഷയം, ദൈവമേ സത്യമായി ഞാനത് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയണം. പക്ഷെ പറഞ്ഞാൽ ദൈവം ഏക്കത്തില്ല. അതാണ് കുഴപ്പം. സത്യമായി ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ജ്ഞാനസാനമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ജ്ഞാനസാനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, നമ്മൾ വിശ്വാസം പറയുന്നു, അല്ലേ? പറയുന്നു.
പക്ഷെ പറയുമ്പോഴുണ്ടാകുന്നൊരു പ്രോബ്ലം അതിൻ്റെ ഒരു പ്രൈമറി ഘട്ടം മാത്രമാണ്. എന്താ കാര്യം? നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ വിശ്വാസം ഏറ്റു പറഞ്ഞാലും ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളതിനെക്കുറിച്ച് അറിയുമ്പോഴേ, മച്ചുവറാകുമ്പോഴേ നമ്മളത് പ്രാവർത്തികമാക്കുമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രാവർത്തികമാക്കിക്കൊള്ളാം എന്ന് നമ്മൾ ജാമ്യത്തിലാണ് നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ രക്ഷയുടെ കവാടം തുറന്നു തന്നിരിക്കുന്നത്. മനസ്സിലായ? കാരണം വിശ്വാസത്തിന് പറച്ചിൽ കൊണ്ട്, ഇപ്പം നീ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. അത് പറച്ചിലല്ലേ? അത് പറച്ചിലല്ലേ? നീ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അത് പറച്ചിലല്ലേ? അത് നീ നിനക്ക് വേണ്ടി നിൻ്റെ മാതാപിതാക്കന്മാർ കുഞ്ഞുനാളിൽ അത് ഏറ്റുപറയുന്നു. പക്ഷേ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വചനം പ്രയോജനപ്പെടുന്നത് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്. പറയുന്ന ഓരോ വചനങ്ങളും നടപ്പിലാക്കുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനപ്പെടുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പ്രവർത്തിക്കുകയാണ്, പറച്ചിലിനല്ല. ഇവിടെയാണ് ഉടമ്പടി ലിഫ്റ്റ് ചെയ്യാൻ കാരണം. ഉടമ്പടി ഇത്ര പെട്ടെന്ന് 10,000 സാക്ഷ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ്? 10,000 സാക്ഷ്യങ്ങൾ. ഈ ട്രോള് എന്തുമാത്രം ഉള്ളത്? വല്ല നടക്കുമോ? ഒന്നും നടക്കത്തില്ല. കാര്യം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. കാര്യം കൃപാസനത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആധ്യാത്മിക അനുഭവമാണ്. അല്ലാതെ ആശയപരമായിട്ടുള്ള ഒരു വിഷയമല്ല. ദൈവത്തെ ഇതിലൂടെ അനുഭവിച്ചവർ ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല. എന്താണ്? ഇന്നെവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയോളജിയൊക്കെ എല്ലാം യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിന്ന് പരാജയപ്പെടും. എന്താ കാര്യം? അതാണ് അനുഭവം ജനങ്ങളുടെ. കാര്യം അനുഭവം ഇവിടുന്ന് വന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള സത്യാവസ്ഥയിലുള്ള സത്യസന്ധമായ സമർപ്പണത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് അനുഭവം ഉണ്ടാകുന്നത്. കൈയടിച്ച് കർത്താവിലൂടെ നീ അറിയാതെയോ മുതിർന്നപ്പോൾ പെസഹ സന്ധ്യയിൽ നീ അറിഞ്ഞോ ദൈവതിരുസന്നിധിയിൽ കൊടുത്ത നവീകരണങ്ങളുണ്ട്, വ്രതവാഗ്ദാനങ്ങളുണ്ട്, ജ്ഞാനസ്നാന വാഗ്ദാന നവീകരണങ്ങളുണ്ട്. അതിൻ്റെ സത്യസന്ധതയിലെ ഒരു റിസപ്റ്റീവ് മോഡലിൽ നിന്ന്, അതായത് നമ്മളത് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് അത് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നിനക്ക് ഉടമ്പടി അവസരങ്ങൾ നൽകുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇതിനെ മാനിക്കണത്. ദൈവം ഉടമ്പടിയെ മാനിക്കണതുകൊണ്ടാണല്ലോ നമുക്ക് സാക്ഷ്യം വരണത്. മാനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം സത്യസന്ധമായി. ഇപ്പം സത്യസന്ധമായി എന്ന് പറയാൻ കാര്യം എന്താണ്? ഇപ്പം യാക്കോബിൻ്റെ ലേഖനം 2:17 വായിച്ച് ശ്രുതികടെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. യാക്കോബ് 2:17 എന്താ പറയണത്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിർജീവമായിട്ടിരിക്കേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ ചൊല്ലിക്കൊണ്ട് നിർജീവമാക്കാൻ വേണ്ടി വിളിച്ചതല്ല. ഈശോ എന്തിനാ? യോഹന്നാൻ 10:10 എന്താ പറയണത്? ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞേ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. കൈയടിച്ച് കർത്താവ് നിങ്ങൾക്ക് ജീവൻ നൽകുന്നു. പിന്നെന്താ ചെയ്യണത്? സമൃദ്ധമായി നൽകുന്നു. എന്താ കാരണം? വിശ്വാസം ചൊല്ലണ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റുകയാണ്. കാരണം എന്താണ്? അത് യാക്കോബ് 2:17 ആണ്. ഒന്നിന് വായിച്ചേ. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പറഞ്ഞേ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇപ്പൊ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാലേ വിശ്വാസത്തിന് എന്താ പറ്റും? അത് നിർജീവമായിരിക്കും. ഈശോ വന്നത് എന്തിനാണ്? നിർജീവമായിരിക്കാനാണോ? അല്ല. അതെന്താണ്? ഞാൻ വന്നിരിക്കുന്നത് യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അപ്പൊ ജീവൻ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ്?
ആ പ്രവൃത്തിയാണ്. കൈയിടിച്ച് കർത്താവിനെ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്തിൻ്റെ പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് അവൻ പറയണത് പോലെ ചെയ്യുവിൻ. അതാണ്, ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോഴേ കർത്താവിൻ്റെ മനസ്സ് സ്വപ്നം എന്താണ്? വചനം എല്ലാവരും നിവൃത്തിയാക്കിക്കൊണ്ട് ജീവൻ സമൃദ്ധിയിലേക്ക് വന്ന് മഹിമ പ്രാപിക്കണമെന്നുള്ളതാണ് നിത്യത വരിക. അതാണ് എൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈശോ പറഞ്ഞ ന്യായമുണ്ട്. എന്താണ് ഈശോ പറയണത്? എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്, ഞാനും ഒന്ന് പറഞ്ഞേ ആ വചനെടുത്തെ. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്, ഞാനും പ്രവർത്തിക്കുന്ന. യോഹന്നാൻ 5:17 യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ പ്രവർത്തിക്കാൻ തന്നെയാണ് ഈശോയും നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇപ്പൊ കൃപാറോയുടെ സാക്ഷ്യം എന്താണ്? കൃപാറോയി എല്ലാം C+ അടിച്ചു, ഉടമ്പടി എടുത്തപ്പോൾ കുറച്ച് ഹൈക്ക് കിട്ടി. അപ്പോഴവൾക്ക് മനസ്സിലായി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാൽ കർത്താവിൻ്റെ ഈ വിഷയത്തിൽ ഇടപെടുമെന്നറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മെറിറ്റ് കുറവ്. ഇപ്പം നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു വിഷയം നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസമോ ചില സമയത്ത് അത് അഹന്തയായിട്ട് വരെ വരാം. ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പമുണ്ടേ. ആത്മവിശ്വാസം മൂത്ത് കഴിഞ്ഞാൽ അമ്പഴങ്ങ മൂക്കണ പോലെ ഇരിക്കും. അമ്പഴങ്ങ എപ്പോഴും നല്ലത് അല്ലേ? അതിന് ഇളം പ്രായത്തിലാണ് നല്ലത്. അല്പം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചകിരിയായി പോകും. ആത്മവിശ്വാസത്തിന് ഇതുപോലെ സംഭവിക്കും. ആത്മവിശ്വാസം നല്ലതാണ്, അല്പം അത് മൂത്ത് കഴിഞ്ഞാൽ ചകിരിയായി പോകും. എന്താണ്? അഹന്തയായി പോകും. അത് നിങ്ങൾ നോക്കണത് എല്ലാവർക്കും ഉള്ള കുഴപ്പം ഇതാണ്. അതായത് അത് അഹന്തയായി പോകും. അഹന്തയായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പരിശുദ്ധാത്മ പ്രവർത്തിക്കത്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഏതെങ്കിലും വിഷയത്തിലുള്ള ആത്മവിശ്വാസം അഹന്തയായി രൂപാന്തരപ്പെട്ട് എന്നിലെ ആത്മാവിന്റെ പ്രവർത്തനം പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ എന്നെ ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ. അപ്പൊ എന്താ വിഷയം? ഉടമ്പടി മുഴുവനും വർക്ക് ചെയ്യണത് 80% കർത്താവിൻ്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് പ്രവൃത്തി കൊണ്ടാണ്. അപ്പോഴേ കൃപാറോയി ഇപ്പോൾ എന്നാ ചെയ്യാൻ പോണത്? കൃപാറോയി കുറച്ച് ഹൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കി ഉടമ്പടിയുടെ വഴിയെ സഞ്ചരിച്ചാൽ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവം അവളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുള്ള ആന്തരിക ബോധ്യം കിട്ടി. ഈ ആന്തരിക ബോധ്യം നിങ്ങളുടെ ഈ ഉടമ്പടി കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആന്തരിക ബോധ്യങ്ങൾ എപ്പോഴും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കളയണം, രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ എന്താണ് ഉള്ളിൽ സംഭവിക്കണത്? നെവിൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. അയാളൊരു IT സയൻറ്റിസ്റ്റാണ്. അയാളൊരു പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്ന് അറിയാമോ? പരീക്ഷയ്ക്ക് തോറ്റു അയാൾ. അപ്പം ലൈഫ് പോയി ജോലി പോകുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അയാൾ പറയണത് എനിക്കത് ഫീൽ ചെയ്തില്ല എന്നാണ് പറയണത്. അതിന് പകരം എനിക്ക് ഹൃദയത്തിൽ സന്തോഷം തോന്നിയെന്ന്. ദാറ്റ് മീൻസ് ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പം ദൈവമല്ല പ്രവർത്തനം, ജഡമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിരാശ തോന്നും പരാജയം വരുമ്പോൾ. അപ്പോൾ പരാജയം വരുമ്പോൾ നിങ്ങൾ നിരാശയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ജഡത്തിലാണ് ആയിരിക്കണമെന്ന്. ഈ ജഡം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കുകയും ഉടനെ നവീകരിച്ച് വിശുദ്ധീകരിച്ച് സുവിശേഷ ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിതാക്കുകയും ചെയ്യുന്ന കാര്യം ഈ ജഡത്തിൻ്റെ കത്തിപ്പിടുത്തം ഒന്ന് നിർവീര്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നാ സംഭവിച്ചത്? ആ പരീക്ഷയ്ക്ക് തോറ്റു. ഇനി രസമുണ്ട്, ഇനി രണ്ടാമത്തെ പരീക്ഷ ആൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമാണ്. കാരണം ശമ്പളം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം 2.5 ലക്ഷം മറ്റെയാണ്. അത് പോയി കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, കുഞ്ഞുങ്ങൾ പട്ടിണിയാവും. അതായത് അതിങ്ങനെ ഒരു പ്രത്യേക ഗെയിമാണല്ലോ ഇന്നത്തെ ജീവിതമൊക്കെ മനുഷ്യന്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്ത പോക്കാണ്.
പക്ഷേ ഈ പരീക്ഷ, രണ്ടാമത്തെ പരീക്ഷ, അവസാനത്തെ ഓപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും. ഓരോ നിമിത്തങ്ങൾ സംഭവിക്കണ കണ്ടില്ലേ? അപ്പം നിങ്ങളുടനെ വിശ്വ നാശം എന്ന് പറഞ്ഞ് ലോകത്തെയും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെയും പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന അവിടെ തന്തക്ക് വിളിച്ച് അവിടെ ഇരുന്ന് ഈ ജഡത്തിലുള്ള ആൾക്കാരുടെ ജഡത്തിൽ അങ്ങനെ ജഡം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ്. ആ വചനം എടുത്തേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പറഞ്ഞോളൂ. യോഹന്നാൻ 6:63. യോഹന്നാൻ. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ ഈ ജഡം ഫലശൂന്യമാണ്. അപ്പൊ എന്താ സംഭവം? നമുക്കറിയാമല്ലോ, നമ്മൾ ജഡാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിലേ ഉടമ്പടിയിലൂടെ വരുമ്പോൾ നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാര്യം സിമ്പിളി ഒരു പ്രാർത്ഥന ചൊല്ലണ ഒരവസ്ഥയിൽ നിന്ന് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് ജഡാരൂപിയിൽ നിന്ന് നമ്മൾ ദൈവാരൂപിയിലേക്ക് കൺവേർട്ടാകും. അതുകൊണ്ടാണ് ഈ നെവിൻ ജോസഫിൻ്റെ സാക്ഷ്യം കണ്ടില്ലേ? അയാൾ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത്. അമേരിക്കൻ ബാങ്കാണ്, IT സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പുതിയ സോഫ്റ്റ്വെയറിനെതിരെയുള്ള പരീക്ഷയാണ്. അതിൽ നിന്ന് അല്പം മിസ്റ്റേക്ക് ഉണ്ടായാൽ അയാൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ഇറങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറ കയറും. അയാൾക്ക് ഇത്തിരി ഏജിൻ്റെ പ്രശ്നമുണ്ട്, 40-40 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കോർപ്പറേറ്റുകൾ അങ്ങനെയല്ല ചെയ്യണത്. ഇത്തിരി 40-35 കഴിഞ്ഞാൽ പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പുതിയ ടെസ്റ്റൊക്കെ ഇട്ട് നമ്മളെ പുറത്താക്കും. ടെസ്റ്റ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പുറത്താക്കാൻ വേണ്ടിയാണ്, പുതിയ ചെറുപ്പക്കാരെടുക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ അയാളുടെ ലൈഫ് ഒരു ത്രെട്ടണിങ്ങിൻ്റെ സ്റ്റേജിലാണ്. അതിനിടയ്ക്കാണ് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് കറണ്ട് പോണത്. കറണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ജഡമാണ് നമ്മളെ നയിക്കണമെങ്കിലേ, നമ്മൾ നമ്മളെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ തന്തയ്ക്ക് വിളിക്കും. പരീക്ഷ ഹോളിൽ ചോദിക്കാമോ, ജനറേറ്റർ വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇവനൊക്കെ ഇവിടുത്തെ പരീക്ഷയ്ക്ക് എടുത്തുകാർ ഇവരൊക്കെ ചുമ്മാ മനുഷ്യൻ്റെ ജീവിതം വെച്ച് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. പക്ഷേ ഈ മനുഷ്യൻ എന്താ ചെയ്യണത്? ഇയാളെ ജഡമെല്ലാം നയിക്കണത്. അയാൾ പറയുന്നത് കറണ്ട് പോയപ്പോൾ ഞാൻ ജവമാല ചെല്ലാൻ തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. കറണ്ട് വരുന്നവരെയുള്ള സമയമുണ്ടല്ലോ, ഒരു ജവമാല ചെല്ലാനുള്ള സമയം തന്ന കർത്താവിന് നന്ദിയെന്ന്. ഇതാണ് ജഡമെന്ന്. ജഡത്തിൽ നിന്ന് മാറി ആത്മാവിലേക്ക് വരണം. കണ്ടാ, പെയ്തിറങ്ങുക, പുച്ഛം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് നിരാശപ്പെടുക, പെയ്ത് പെറുക്കുക, അതൊക്കെ ജഡാരൂപിയാണ്. ഈശോ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഈശോ ചോദിക്കണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താണ്, എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത്? അതാണ് വിഷയം. ആ സമരക്കാരുടെ കേസ് എടുത്താണ് ഈശോ പറഞ്ഞത്. 9:55 ടിപ്പണിയിലുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? ലുക്കാൻ്റെ സുവിശേഷം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മനുഷ്യനെ, ഈ നെവിൻ ജോസഫിനെ നയിക്കണത് എന്താണ്? ജഡാരൂപിയല്ല, പിന്നെ എന്താണ്? പരിശുദ്ധാരൂപിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു വിപത്ത്. നമുക്ക് നീട്ടിരിക്കുമ്പോൾ, കാറ്റും കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ തന്നെ ആൾക്കാർ തന്തയ്ക്ക് വിളിക്കും. അതല്ല പ്രശ്നം. ഇത് പരീക്ഷ ഓപ്ഷൻ ഇല്ലാത്ത ഒരു വിഷയം ഇടപെടുമ്പോഴാണ് കറണ്ട് പോണത്. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ചെയ്യണത്? അവനുടനെ ഡിവൈൻ മെനുവിലേക്ക് ചെല്ലും, കർത്താവിൻ്റെ മേഖലയിലേക്ക്. അതാണ് ഇത് ആത്മാവിൽ നവീകരിക്കപ്പെട്ട ആളുള്ളൊരു ഗുണം. ഇതാണ് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യും. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ അത് ഉടനെ ആ ഒരു സമയം 0 ഹവറാണ്. കർത്താവുമായിട്ട് കണക്ട് ചെയ്യാൻ പരിശുദ്ധാത്മ പറയും, നൗ യു പ്രേ മൈ സൺ എന്ന് പറയും. കറണ്ട് പോയതാണ് വിഷയം, പക്ഷേ നൗ യു പ്രേ മൈ സൺ, നീ എൻ്റെ ദൈവപൈതരെ നീ ഇപ്പോൾ പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു പക്ഷേ ഈ കറണ്ട് വരെ ഓഫ് ചെയ്തിരിക്കുന്ന കർത്താവായിരിക്കാം നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനും ഇപ്പം നിനക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അതുകൊണ്ട് നീ സ്തുതിക്കണമെന്ന് പറയും. അതാണ് ക്ലേശങ്ങളിൽ സ്തുതിക്കാൻ കഴിഞ്ഞാൽ നീ നിന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് നിശ്ചയമായും പറയാം. കൈയിടിച്ച് കർത്താവിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജഡാരൂപിയിലാണെങ്കിൽ ഇനി തള്ള ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമില്ല, നാശം, എനിക്ക് പഠിക്കാനുള്ള സമയം, ഒരു പേജ് കൂടി പഠിച്ചാൽ മതിയായിരുന്നു, ആ സമയം കിട്ടിയിരുന്നില്ല, ഇങ്ങനെ നിരാശപ്പെട്ട് അപ്പോൾ നീ വിചാരിക്കുക യു ആർ ഗൈഡഡ് ബൈ ദ വേൾഡ്ലി സ്പിരിറ്റ്. അങ്ങനെ അവിടെ അനുതാപപ്പെടണം. നമ്മൾ എപ്പോഴും സ്മിർനായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ നീ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണം. നീ അനുതാപപ്പെടുക.
സ്മിർനായിലെ സഭ വെളിപ്പാടിൻ്റെ പുസ്തകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 വെളിപാട് 3:2. വായിച്ചോളൂ. ഉണരുക, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള അരൂപി ഡൈവേർട്ടായി പോയി ലോകാരൂപിയിലാണ്, എപ്പോഴും മടുപ്പ് തോന്നുന്നുണ്ട്, കർത്താവിൻ്റെ കാര്യങ്ങളോട് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ഗൈഡഡ് ബൈ ദി വേൾഡ് സ്പിരിറ്റ്. ഉടനെ തിരിച്ചു വരാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ 3:2 വെളിപാട്. എന്താണ്? ആ വിഷയത്തെക്കുറിച്ച് അനുതപിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ലോകാരൂപിയാൽ നയിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിന്റെ നാമത്തിലെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ വചനത്തിനെ അനപേക്ഷണീയമായി അനുദപിക്കുന്നു. കർത്താവേ, നടപടി 11:18 പ്രാർത്ഥിക്കുന്നു. ജീവപ്രാപ്തിക്കുള്ള എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അരൂപിയിൽ നിന്ന് അരൂപിയിലേക്ക് കൽപ്പിച്ചിരിക്കുന്നതെല്ലാം വെളിപാട് 3:2 പ്രവർത്തികള് പൂർത്തിയാക്കാനുള്ള കൃപയാൽ അഭിഷേകം ചെയ്യണമേ. ഈ അഭിഷേകത്തിൽ നിലനിൽക്കാനുള്ള ഒരു വകുപ്പും ഈ അനുതാപം തന്നെയാണ്. അനുതാപവും പ്രവൃത്തികളും. പ്രാർത്ഥന പോലും നിങ്ങൾ പ്രവൃത്തികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലായി? നമ്മൾ ചിലരുടെ പ്രാർത്ഥനയായിരിക്കാം, പക്ഷെ നിങ്ങൾ പറയേണ്ടത് ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് പറയണം. മനസ്സിലായേ? കൃപയാർജിക്കാനുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യണം. അത് ചൊല്ലണ ഒരു രീതിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് മാക്സിമം എന്തുമാത്രം കൺവേർഷൻ സംഭവിക്കുന്നു, അത് നമ്മുടെ ഉടമ്പടിയുടെ ലക്ഷ്യമാണ്. ചൊല്ലുന്ന ഇപ്പം തന്നെ ഈ കൃപാ റോയിയുടെ സാക്ഷ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കുമ്പോൾ രസം വെച്ചാൽ അവൾക്ക് മനസ്സിലായി, ഏതായാലും ഉടമ്പടി അവൾക്ക് ഹൈക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾക്ക് അത് ദൈവപ്രവർത്തനങ്ങളെ ടു ഫാൻ ഇൻ ദി ഫ്ലെയിംസ് അല്ലേ? എൻ്റെ ഇപ്പോൾ 1 തിമോത്തി 2 തിമോത്തി 1:6 വായിച്ചേ. ശ്രുതികട്ടെ 2 തിമോത്തി 1:6 എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ചെറിയൊരു മിന്നലാട്ടം കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിജിലൻ്റ് ആകണം നമ്മൾ, അല്ലേ? ഒരു ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടായി, നമ്മുടെ വിഷയത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായി. അപ്പോൾ ഒരു പ്രോഗ്രസ് ഉണ്ടായാൽ ദൈവം അതർ എൻഡിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ദ പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് ഫീൽ ചെയ്യും, കർത്താവ് അതർ എൻഡിലുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഗ്രസ് ദൈവത്തിൻ്റെ ഒരു സ്മെല്ലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കർത്താവ് സാന്നിധ്യം തോന്നിയാൽ പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ? പിന്നീട് അത് ഫാൻ ആൻഡ് ഫ്ലെയിംസ് വീശിക്കത്തിക്കണം, ഊതിക്കത്തിക്കണം. അപ്പോൾ അവളെന്താ ചെയ്തിരിക്കുന്നത്? അവൾ നേരെ കൃപാറോയി നേരെ ഇവിടെ വന്നിട്ട് ഒരു കെട്ടിന് പകരം 3 കെട്ട് പത്രവും മേടിച്ചിട്ട് പോയി. കൃപാസനം പത്രത്തിൻ്റെ പ്രത്യേകത എന്താ? അതിനെ ചൊല്ലിയല്ലേ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഇഷ്യൂസ് ഉണ്ടാകുമല്ലോ, ഞങ്ങൾ ശരിക്കും ഒരു 10,000 ഇഷ്യൂസ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആണ് ഈ കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം? എന്താ സംശയം? എത്ര MD ഡോക്ടേഴ്സും അതുപോലെ തന്നെ
ഗവൺമെൻറ് സർവൻസും ഒക്കെയാണ് പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് ഇത് വിതരണം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പള്ളിമുറ്റത്ത് ചെല്ലുമ്പോൾ ആരെങ്കിലും ഒരാളുണ്ടാവും. കേരളത്തിൻ്റെ 1000 പേരാണ് ഒരു ദിവസം ഇത് കൊടുക്കുന്നത്. അത് ഡിവൈഡ് ഓഫ് അവർ ഇൻ സ്റ്റാറ്റസ്. കാരണം ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യേണ്ടത് സ്റ്റാറ്റസ് ദി പ്രൊമോഷനിലാണ്. അതിൻ്റെ മക്കൾ കൃത്യമായിട്ട് എൻ്റെ മർമ്മം അറിയണം. എപ്പോഴും ഗ്രേസ്. നമ്മൾ ഉടമ്പടി ലക്ഷ്യം വെക്കണം എന്താ? ഉടമ്പടി ലക്ഷ്യം വെക്കണത് ഗ്രേസാണ്, നോട്ട് ബ്ലെസ്സിങ്സ്. ഉറപ്പല്ലേ? നമ്മൾ അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, പിന്നെ എന്താണ്? പവർ ഓഫ് ഗോഡ്. ഗ്രേസാണ്. ഗ്രേസാണ് നമ്മൾ ലക്ഷ്യം വെക്കണത് അല്ലേ? നമുക്ക് വേണ്ടത് എന്താണ്? ഇന്ധനമാണ്. കറണ്ടില്ല. ഒരു ഫാൻ കറങ്ങിയാൽ പോരാ. നമുക്ക് ഫാൻ കറങ്ങിയാൽ മാത്രം മതി പോരല്ലോ. നമുക്ക് മിസ്സി വർക്ക് ചെയ്യണം, പിന്നെ എന്താണ്? ലൈറ്റ് വർക്ക് ചെയ്യണം അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മൾട്ടിപ്പർപ്പസ് ആകുമ്പോൾ ഒരിക്കലും നമ്മൾ ബ്ലെസ്സിങ്സിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഓപ്പറേഷനാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ്. ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്ന സിംഗിൾ ഓപ്പറേഷൻ ബ്ലെസ്സിങ്സ് അല്ല, അത് മൾട്ടിപ്പർപ്പസിൻ്റെ പവർ ഓഫ് ഗോഡിലാണ്, ദൈവിക ശക്തിയിലാണ്. അപ്പോൾ ദൈവിക ശക്തി ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. അതിലാണ് അതിൻ്റെ ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൊല്ലൽ മാറ്റിയിട്ട് ഉടമ്പടി എല്ലാ വിഷയങ്ങളും വാഗ്ദാനം പ്രാപിക്കാം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണത്. ചെയ്യുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കണത്? ചെയ്യുമ്പോൾ എന്ത് പറ്റും? പിതാവ് മഹത്വപ്പെടും. അപ്പം പിതാവ് മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പം യോഹന്നാൻ 12:26 ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 12:26 എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എന്ന് കേട്ടെ, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കണ്ടില്ലേ? വേറെ ആരും അനുഗമിക്കണ്ടെന്ന് ഉറപ്പായില്ലേ? അല്ലേ? 1000 എത്രയും നീളമാതാ ചെല്ലുന്ന ആൾക്കാർക്ക് ഇവിടെ പ്രസക്തിയില്ല. ചുമ്മാ ചൊല്ലിക്കൊണ്ട് ഇരുട്ടത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. അനുഗമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. ശുശ്രൂഷിക്കുക എന്നുള്ള വേറെ വിഷയമാണ്. കർത്താവ് കട്ടൻ്റെ പറഞ്ഞ കാര്യമാണ്. പ്രവൃത്തിയിലേക്കാണ് വന്നത്. പ്രാർത്ഥനയുടെ എണ്ണം കൂടുന്നതല്ല പ്രശ്നം. കർത്താവിൻ്റെ സുവിശേഷത്തിന് കർത്താവ് പറയുമ്പോൾ സമയത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എനിക്ക് സാക്ഷികളായിരിക്കും, ക്രിസ്തുവിന് സാക്ഷിയായിരിക്കും. ഇപ്പം കൃപാറോയി എന്താ പറയണത്? ഞാൻ ഈ പത്രം കൊണ്ട് നടന്ന് ഓരോ വീട്ടിലും കൊടുക്കും. അപ്പോഴൊക്കെ അവരെന്നെ പരിഹസിക്കും, കളിയാക്കും. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും. മനസ്സിലായില്ലേ? ജഡാരൂപിയിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ അയ്യോ മനുഷ്യന്മാരെന്നാ വിചാരിക്കും? ഈ പേടി പണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല, തലക്ക് പോകച്ചിലാണ്. എന്നാൽ അപ്പോൾ ഊളംപാറ പോയി അഡ്മിറ്റ് ചെയ്യാൻ പറയും. ദാറ്റ്സ് ഓക്കെ, അതാണ് അവർ പറയത്തുള്ളൂ. പക്ഷേ ഇത് തന്നെയാണ് നാട്ടുകാരെ പറയണത്. ഈ പത്രം കൊണ്ടേ കൊടുക്കുമ്പോൾ പറയണത് അതാണ്. നിനക്ക് ഊളംപാറയിൽ പോയി വല്ല അഡ്മിഷൻ മേടിക്കാൻ പലതും ചോദിക്കും. അതാണ് സംഭവം. പക്ഷേ അതിന് ഇവൾ പറഞ്ഞ റെസ്പോൺസ് ഉണ്ട്. എന്താണ് റെസ്പോൺസ്? അത് കേട്ടപ്പോൾ എനിക്ക് ആ കർത്താവിൻ്റെ നാമത്തിൽ ഒരു പരിഹാസം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയെന്ന്. അങ്ങനെ സന്തോഷം തോന്നുന്നത് എങ്ങനെയാണത്? അപ്പോൾ അപ്പോസ്റ്റലിക് ബ്ലെസ്സിങ്സ് ഓൾറെഡി അവൾക്ക് കിട്ടിയെന്ന് അർത്ഥം. 5:41 നടപടി പുസ്തകം. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. വായിച്ചേ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ നമുക്ക് അപമാനം സഹിക്കണമെങ്കിൽ ആകപ്പാട് ഒരു പ്രൊവിഷന് ക്രിസ്ത്യാനിക്ക് അപമാനം സഹിക്കാൻ ഈ ലോകത്ത് കർത്താവ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മൾ അപമാനം സഹിക്കണം വേറെ വല്ല കയ്യിരിപ്പ് കൊണ്ടാണ്, അതല്ല വിഷയം. ദൈവം അനുഭവിച്ചു തന്നിട്ടുള്ള സംഭവമുണ്ട്. നമ്മൾ അപമാനം സഹിക്കാൻ വേണ്ടി ദൈവം അനുഭവിച്ചു തന്നിരിക്കുന്നത് എന്താണ്? ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ നാമം. കൈയിട്ടിച്ച് കർത്താവ്. അപ്പോൾ നമ്മൾ നാഥാ നീ മതി എനിക്ക് ഈ മരി യാത്ര അതിൽ നിൻ കൃപ മതി എനിക്കെന്നല്ല നമ്മൾ പാടണത്. അവൻ്റെ സത്യം എന്താണ്? ഈ കൃപ ആർജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഈ 12:16 26 വായിച്ചത്.
ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് വായിച്ചത്. ഒന്നുകൂടി വായിച്ചിട്ട് ഞാൻ തിരുത്താം. പറഞ്ഞേ. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കട്ടെ. അടുത്ത വായിച്ച്. അപ്പോൾ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ. എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും. മനസ്സിലല്ലേ? അതായത് പിതാവ് ബഹുമാനിക്കും എന്ന് വെച്ചാൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ മഹത്വപ്പെടുത്തുമെന്ന് എൻ്റെ അർത്ഥം ഇല്ലേ? പിതാവ് മഹത്വപ്പെടുത്തും. പക്ഷെ മഹത്വം പ്രാപിക്കുന്നതിന് എന്ത് വേണം? പിതാവ് നമ്മളെ മഹത്വപ്പെടുത്തുന്നത് എന്ത് തന്നുകൊണ്ടാണ്? കൃപ തന്നുകൊണ്ടാണ്. പിടിയിടിയ. അതാണ് ലൂക്ക യോഹന്നാന്റെ സുവിശേഷം 1:14 വായിച്ചേ. ശ്രുതികട്ടെ. യോഹന്നാൻ 1:14 വായിച്ചേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ഈ മഹത്വം പിതാവ് ബഹുമാനിക്കുമെന്ന് പറഞ്ഞില്ലേ? എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും, മഹത്വപ്പെടുത്തും. ഈ മഹത്വത്തിൻ്റെ കണ്ടന്റ് എന്താണ്? രണ്ട് കാര്യം. വെറുതെ മഹത്വം ഉണ്ടാകത്തില്ല. രണ്ട് കണ്ടന്റ് ഉണ്ട് അതിന്. എന്താണ്? കൃപയും സത്യവും. മനസ്സിലായേ? കൃപ എല്ലാ മതങ്ങളിലും കൃപയെക്കുറിച്ചുള്ള പ്രസാദം അങ്ങനെ പല ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷേ ബൈബിൾ പറയുമ്പോൾ കൃപയെ ചേർത്ത് പറയണത് സത്യവും കൂടി ചേർത്ത് പറയും. അതാണ് വ്യത്യാസം. ബൈബിൾ അതിൻ്റെ കൂടെ സത്യം കൂടി ചേർത്ത് പറയും. കാര്യം നമുക്ക് ലഭിക്കുന്ന കൃപ അത് സത്യത്തിൽ അടിസ്ഥാനമായിരിക്കണം. കർത്താവിൻ്റെ സത്യമായ വചനം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ. കൈയടിച്ച് കർത്താവ്. അതൊക്കെ മുമ്പ് ഈ പത്രം കൊണ്ടുപോകുമ്പോൾ ഈ ആൾക്കാരെ കളിയാക്കുമല്ലോ. അപ്പം അവരൊക്കെ കളിയാക്കുന്നെങ്കിലും ഇവിടെ കൊടുക്കും അത്. പക്ഷെ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടെ സ്വന്തമായിട്ട് പറയുന്ന സംഭവമുണ്ട്. അതായത് ഞാൻ ആ സാക്ഷ്യം വരുമ്പോൾ എനിക്ക് നിങ്ങൾ കേൾക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇത്ര വെട്ടിക്കെട്ട് ഒരു 24 hours അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 88 പേരിലേക്ക് സാക്ഷ്യം ഇങ്ങനെ പറന്നു പോയതിൻ്റെ കാര്യം എന്താ? അതാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പം അതിൻ്റെ വിഷയം വെച്ചാൽ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇവളുടെ ഒരു പേഴ്സണൽ കോൺട്രിബ്യൂഷനുണ്ട്. ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് പേഴ്സണൽ കോൺട്രിബ്യൂഷനിലാണ്. നമ്മളെന്ത് ചെയ്യണത്? ഞങ്ങൾ ഇവിടുന്ന് പറയണത് എങ്ങനെ കുറച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചിന്തിക്കണത്. മനസ്സിലായില്ലേ? പക്ഷേ ബൈബിളിൻ്റെ ഫോർമാറ്റ് അങ്ങനെ അല്ല. ഞങ്ങളിവിടുന്ന് പറയുന്നു. അപ്പം ഞങ്ങളിവിടുന്ന് പറയുന്നത് രോഗികളെ പോയി കാണണം. കാര്യം കർത്താവ് പറഞ്ഞതാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ ഇവൾ സർക്കാർ ആശുപത്രിയിൽ പോയി കണ്ടച്ചു. അതിൻ്റെ സാക്ഷിയൊക്കെ ഉണ്ട്. അത് എന്നെ സംഭവിച്ചാൽ നമ്മൾ രോഗികളെ പോയി കാണണമെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പിന്നെ ഇളയമ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, ഇളയമയെ പോയി കണ്ടേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബൈബിൾ അംഗീകരിക്കത്തില്ല. ഇളയമയാണെന്നൊക്കെ അംഗീകരിക്കും. പക്ഷെ നീ കാണിച്ചതിൻ്റെ അകത്ത് കൃപ, ഇൻകമില്ല, വരുമാനമില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രതിഫലം ആരെങ്കിലും തന്നാൽ ആ പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കൊടുത്താൽ അവിടുന്ന് വരുമാനം ഇല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 5:46 മത്തായിയുടെ സുവിശേഷം വായിച്ചേ. ശ്രുതികടെ. ഹല്ലേലൂയ. 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? വട്ടപൂജ്യം. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. അതായത് ഇപ്പം നമ്മളൊരാളിന് ഒരു 100 രൂപ കൊടുക്കണം, നാട്ടിലല്ലേ? എന്നിട്ട് നമ്മൾ ഒരു ഡയലോഗ് ഫിറ്റ് ചെയ്യും. ദൈവവചനം പറയത്തില്ല, നമ്മൾ മാനുഷിക വചനം പറയും. അത് അകലത്തെ ബന്ധുവിനേക്കാൾ അടുത്ത കിടക്കുന്ന ശത്രുവാണ് നല്ലത്, അല്ലേ? എന്താണ് പറയണത്? അയൽവാസിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കാശന ഡയലോഗാണ്. എന്താണ്? അകലെ കിടക്കണ കാനഡയിലും അമേരിക്കയിലും കിടക്കണ ബന്ധുവിനേക്കാളും അടുത്ത് കിടക്കുന്ന ശത്രുവാണ് നല്ലത്. ഇത് ദൈവവചനം വല്ലതുമാണോ?
നമ്മുടെ കാര്യം കാണാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില ഉടായ്പ പരിപാടികളാണത്. ഇതൊന്നും, അതായത് ക്രിസ്ത്യാനി ഇതൊന്നും പറയാൻ ബാധ്യസ്ഥരല്ല. നിങ്ങൾ പരസ്പരം കാണുമ്പോഴേ കർത്താവിൻ്റെ വചനം പറഞ്ഞ് പരസ്പരം അഭിവാദനം ചെയ്യാൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന. യേശുവേ മഹത്വം കർത്താവേ നന്ദി കർത്താവേ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ 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 കർത്താവേ സ്തുതി. യേശുവേ 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 ഹല്ലേലൂയ 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 സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പൗലോസപ്പോസ്തലന്റെ വാക്കാണ്, നിങ്ങൾ പരസ്പരം കാണുമ്പോൾ പരസ്പരം സങ്കീർത്തനങ്ങൾ പറഞ്ഞ് പരസ്പരം അഭിവാദനം ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൃപയിലും മഹത്വം നിറയുമ്പോൾ നമുക്കറിയാതെ വചനങ്ങൾ പറയണം. കാര്യം നിങ്ങളോട് ഇപ്പം തന്നെ കർത്താവ് എന്തുമാത്രം വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ വചനത്തോട് ഒരു ആഭിമുഖ്യം കാണുമ്പോൾ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വചനം ചെയ്യുന്ന സംഭവം നമ്മളെ ക്ലീൻ ചെയ്ത് കളയും. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണെന്ന് 15:3 ഈശോ പറഞ്ഞില്ലേ, യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ ക്ലീൻനെസ് ഉണ്ടാക്കും. രണ്ടാമത്തത് നമ്മളെ വചനം വിനയപ്പെടാതെ, വചനം സ്വീകരിക്കുന്നതിന് മുമ്പ് അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് വിഷയം. അതായത് വചനം സ്വീകരിക്കുന്ന മുമ്പ് ഉണ്ടാകേണ്ട ഒരു മാനസിക നിലയാണ് ദാസ്യ. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സെർവൻ്റ് ആകണം. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സെർവൻ്റ് ആകണം. പക്ഷേ എങ്ങനെ സെർവൻ്റ് ആകണം? അതെപ്പോഴും ഉടമ്പടി വിജയിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം കർത്താവിൻ്റെ വചനം പാലിക്കാൻ വേണ്ടി വചനത്തിൻ്റെ സെർവൻ്റ് ആകണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ എന്നെ വചനത്തിൻ്റെ അടിച്ചു തളിക്കാറിയാക്കി മാറ്റണമേ. അതാണ് സംഭവം. വചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യണം. കർത്താവ് പറഞ്ഞ വചനം നിറവേറ്റണം. പക്ഷേ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്നൊരു പാക്കേജ് ഉണ്ടാക്കും. നമുക്ക് കൂടി ഗുണമുണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ വചനം നിറവേറ്റിയെടുക്കുന്നത്. വചനം നിറവേറ്റും, പക്ഷേ നമ്മളായിരിക്കും അതിനകത്ത് കക്ഷി, കർത്താവായിരിക്കത്തില്ല കക്ഷി. നമ്മൾ എന്തെങ്കിലും ഇപ്പം ഒന്നുമില്ലേ കിടക്കണ്ട, 100 രൂപയിലേ പോയുള്ളൂ, അവനെ കൊണ്ട് വല്ല കറണ്ട് ചാർജ് നിങ്ങൾ അടപ്പിക്കാവില്ല നാളെ. അല്ലെ പള്ളിയിൽ പോകുമ്പോൾ ഒരു കൂട്ടാകുമല്ല. വലിയമ്മമാരൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് ദാനധർമ്മം ചെയ്യണത്. എന്താണ്? പള്ളിയിൽ പോകുമ്പോൾ ഒരു കൂട്ടാകുമല്ലേ, വിളിച്ചുകൊണ്ട് പോകാമല്ല എന്ന്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ അജണ്ട വെച്ച് വചനം നമ്മൾ നിറവേറ്റിയാൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് 5:46 നമ്മൾ വായിച്ചത്. എന്താണ്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലത്തിന് എന്തവകാശം ഇല്ല. അപ്പം ദൈവത്തിൽ നിന്നല്ല പ്രതിഫലം വേണ്ടത്. അതിന് നിത്യത വരെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ഒരു വിഷയമാണ്, നിത്യത വരെ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിഫലം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നിത്യസമ്മാനമാണ്. അത് നിത്യസമ്മാനം നമ്മൾ അർഹമാക്കുന്ന ദൈവമഹത്വമാണ്. മഹത്വത്തെ നമ്മൾ അർഹമാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 5:46 അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കേണ്ടത് പ്രവൃത്തിയിലൂടെയാണ്. പ്രവൃത്തി എന്ന് പറയുന്നത് മിനിമം അല്ല. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് തരുന്നൊരു നിർദ്ദേശം തന്നാൽ അതിൻ്റെ പകുതിയല്ലേ, നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കണത്. ഇപ്പം കൃപാറോയി എന്താ ചെയ്തത്? ഓരോ വീട്ടിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ചെല്ലണമെന്ന് പറയും. ഈ പത്രം കൊടുത്തിട്ട് അവരോട് പറയുന്നതെന്നറിയാവോ? നിങ്ങളിത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വേണം പത്രം വായിക്കാൻ. എന്താ കാര്യം? വചനം പോലെയാണ് അത് പറയണത്. അത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഇവിടുന്ന് എൻ്റെ പ്രസംഗത്തിൽ വല്ല കാലത്ത് കിട്ടിയിട്ടുണ്ട് അത്. പക്ഷേ അവൾക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അവൾ പറയണതാണ്. ആൾക്കാരോട് പറയും അവൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? പരിഹാസമാണ്. പക്ഷേ അവൾ പറയണത് എന്താണ്? ഈ പത്രം ഇനി വായിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വായിക്കണം. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലെന്ന് പറയും. നോൺ ക്രിസ്ത്യൻസൊക്കെ പറയത്തില്ലേ, ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ല. ഉടനെ വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അതാണ് പരിശുദ്ധ വരെ എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇവൾ സീരിയസ് ആണെന്ന്, സത്യമാണെന്ന്. അതാണ് സത്യം എന്ന് പറയണത്. നീ വിശ്വസിക്കുന്ന കാര്യത്തെ നീ അനുവർത്തിക്കുമ്പോൾ അതാണ് സത്യവിശ്വാസം എന്ന് പറയണത്. നമ്മുടേത് വേജവിശ്വാസമാണ് പലരുടേതും. സത്യവിശ്വാസമല്ല, അംഗീകരിക്കത്തില്ല ദൈവം. കാരണം ആ സത്യവിശ്വാസത്തിന് വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് സംഭവം. വിശ്വാസം അതിൽ തന്നെ സത്യമാണ്. പക്ഷേ അത് സത്യവിശ്വാസമായി അത് നമുക്ക് അനുഭവവേദ്യമാക്കുന്നത് നമ്മൾ സത്യത്തോടെ അതിൽ ഇടപെടുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ മഹത്വത്തിന് 2 ചേരുവകയാണുള്ളത്. എന്താണ്? കൃപയും സത്യവും.
യോഹന്നാൻ 1:14 പറയണത് കൃപ മഹത്വത്തിൻ്റെ ചേരുവക എന്താണ്? 2 സംഭവമുണ്ട്, സോഡിയം ഉണ്ട്, ക്ലോറൈഡും ഉണ്ട് അല്ലേ? ഉപ്പ് സോഡിയം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്. മഹത്വത്തിൽ എന്തൊക്കെയുള്ളത്? കൃപയുമുണ്ട്, സത്യവുമുണ്ട്. നമുക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സത്യത്തിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പമ്മം, സത്യസന്ധമായിട്ടല്ല. അതല്ല ഈശോ പറയണത്, ആരാധന പോലും എന്തു പറയും? യഥാർത്ഥ ആരാധകർ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കുന്നത്. അപ്പോഴെന്ത് വിഷയം, അതായത് നീ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് നീ പൂർണ്ണമായിട്ട് ഇവിടെ പത്രം കൊടുക്കാനേ കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കൃപ എന്താ ചെയ്യണത്? ആ പത്രത്തിന് കൂടെ വിശ്വാസ പ്രമാണം കൂടി ചൊല്ലിയിട്ട് വേണം പത്രം വായിക്കാമെന്ന് പറയും. എന്താണ്? അവർ കർത്താവിൻ്റെ കൃപയിൽ വിശ്വാസത്തിൽ വായിച്ചിട്ട് അഭിഷേകം കിട്ടാൻ വേണ്ടിയാണ്. കാര്യം 100 ഏറ്റവും കുറഞ്ഞ് ഒരു 100-120 സാക്ഷ്യമെങ്കിലും കാണും. ഇപ്പം നമ്മൾക്ക് ഉണ്ടാകുന്ന ട്രോളെന്ന് പറയണത് അച്ഛൻ്റെ പ്രഭാഷണത്തിലല്ല, ട്രോളെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ട്രോൾ എന്താണ്? സാക്ഷ്യത്തിലിട്ടിരിക്കണ ചില ഹെഡിങ്ങിലാണ് ട്രോൾ വന്നിരിക്കണത് അല്ലേ? ഹെഡിങ് എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളൊരു ഹെഡിങ് കൊടുക്കാം, നമ്മളിവിടെ തന്നെ കൃപാസനത്തിൻ്റെ കുറേ കൃപാസനത്തിനല്ലാത്ത അൺഒഫീഷ്യലായിട്ട് നാട്ടുകാർ നടത്തണ കുറേ ചാനലുണ്ട്. സ്വന്തമായിട്ട് ചാനൽ നടത്തുമല്ലോ ആൾക്കാർ. അവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ സാക്ഷ്യം എടുത്തിട്ട് അവരുടെ ഹെഡിങ് കൊടുക്കും. അപ്പോൾ ആ ഹെഡിങ് പലപ്പോഴും സബ്സ്റ്റാൻഡേർഡായി പോകും. നമ്മൾക്ക് നേരെ വിമർശനങ്ങളുണ്ടാക്കുന്ന ഹെഡിങ്ങാണ് വരണത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യരുത്. അഥവാ ആരെങ്കിലും സ്വന്തം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കൃപാസനത്തിൻ്റെ ഒരു സ്റ്റഫ് എടുക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ആ ഹെഡിങ് തന്നെ കൊടുക്കാവൂ. ഞങ്ങളെ കൊടുക്കണം. അല്ല നിങ്ങൾ മുസ്ലിം മാനസാന്തരപ്പെട്ട് ഹിന്ദു മാനസാന്തരപ്പെട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചവർ സാധനങ്ങളാണ്. അതൊന്നും ആ കൃപാസനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ തേനിൻ്റെ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ താഴെ കമൻറ്റ് ചെയ്ത് നോട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃപാസന ആധ്യാത്മികയുടെ ഭാഗമല്ലെന്ന്. ആ തേനിൻ്റെ ഒരു വിഷയം സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചതിനുമേ അത് ഏത് ചാനലിൽ നിന്നാണ് വന്നെന്ന് നോക്കിയിട്ട് ഞാൻ താഴെ ഉടനെ കമൻറ്റ് ചെയ്തു, ദിസ് ഈസ് നോട്ട് ദ സ്പിരിച്വാലിറ്റി ഓഫ് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത അല്ല ഇത്. ഇങ്ങനെയുള്ള തേനൊഴുകി പാലൊഴുകി അങ്ങനെയൊക്കെ പറയുന്ന ഒരു ആധ്യാത്മികതയല്ല. നമുക്ക് ഹെബ്രായർ 6:1 ആധ്യാത്മികത. അതായത് വിശ്വാസത്തിൻ്റെ ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നമ്മുടെ ലക്ഷ്യം അനുഗ്രഹമല്ല, കൃപയാണ്. കൃപയെ ആർജിക്കാൻ പറ്റിയ മാർഗങ്ങളാണ് ഉടമ്പടി നമുക്ക് നടപ്പിൽ വരുത്തുന്നത്. പക്ഷേ ഞാനിട്ട കമൻറ്റ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവരത് തന്നെ പിന്നെയും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്നാ പറ്റി? അത് വെച്ചാണ് മറ്റുള്ള ആൾക്കാർ കൃപാസനത്തിനെ ആക്രമിക്കുന്നത്. കണ്ടില്ലേ? പിശാച് പ്രവർത്തിക്കുന്ന രീതി കണ്ടില്ലേ? അപ്പോൾ സാത്താന് അവസരം കൊടുക്കരുത്. അത് കർത്താവ് പറഞ്ഞു ശരിയാണ്. നിങ്ങളായിട്ട് അവസരം കൊടുക്കരുത്. 4:27 വായിച്ചേ, ഹെബ്രായ ലേഖനം അല്ല എഫെസ്യൻസ്. ശ്രുതികട്ടെ 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ് അവസരം കൊടുക്കരുത്. അപ്പം അത് സത്യസന്ധമായ സംഭവം തരുമ്പോൾ നിങ്ങളതിനെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ രീതിയിലാക്കി കഴിയുമ്പോൾ സാത്താൻ അതിന് അവസരമായിട്ട് മാറും. അവരാരെങ്കിലും കൂടി ഇപ്പോൾ ട്രോളുന്നവരെ ഒന്നും ഞാൻ പറയത്തില്ല. ഐ ആം സോ ഹാപ്പി ടു റിസീവ് ഇറ്റ്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി ആൾക്കാർ കർത്താവിനെ അറിയും. ഏതെങ്കിലും അവർ എതിരെ കൃപാസനത്തിന് പറയുമ്പോഴും അത് കേൾക്കുന്നവർ കൃപാസനം എന്താണെന്ന് നോക്കുമല്ലോ. നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണുന്നത് എന്താണ്? 10,000ങ്ങളുടെ ദൈവാനുഭവങ്ങളല്ലേ കാണുന്നത്. അപ്പോൾ അവരപ്പോൾ വന്നില്ലെങ്കിൽ എപ്പോഴായാലും കൃപാസനത്തിൽ അവർ വരും. അവർക്കൊരു സങ്കടകാലം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഇന്ന് ഓടിക്കയറാൻ പറ്റിയ ഒരു മഴയും ഒരു തീക്കാറ്റുമൊക്കെ വന്നാൽ കയറി നിൽക്കാൻ പറ്റിയൊരു ഇടമായി മാതാവിനെ ഉയർത്തിയില്ലേ? കാര്യം എന്താണ്? അമ്മ അതിൻ്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും ആൾക്കാർ സഞ്ചാരി മാതാവെന്ന് വിളിച്ചില്ലേ പ്രാർത്ഥിക്കുന്നത് ഓരോ സങ്കട സമയത്തെല്ലാം. കാര്യം എന്താണ്? അവരുടെ സ്പോട്ടിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അമ്മ എത്തിപ്പെടുന്നു. പക്ഷേ അമ്മ എത്തിപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. 13:30 എപ്പോഴും പറയണതാണ്. 33:14 പുറപ്പാടിൻ്റെ പുസ്തകം. അതുപോലെ ജോഷുവ 1:9 ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ഈശോയുടെ നാമത്തിൽ ഈശോയോട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ, അമ്മയുടെ മധ്യസ്ഥ ഉടമ്പടി ചെയ്യുമ്പോൾ മാതാവ് എവിടെയാണ് നിനക്ക് ആവശ്യം അവിടെ ആ സാന്നിധ്യം അറിയിക്കും. അത് ജോസഫ് നബീൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണത്. ജോസഫ് നബീൻ്റെ സാക്ഷ്യത്തിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ
ഈ കൃപാറോയി ഈ വിഷയം എല്ലാം ദൈവത്തിന് മനസ്സിലായില്ലേ, സത്യസന്ധമായിട്ടാണ് ഇവളെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന്. അങ്ങനെ വന്നാൽ എന്താ പറ്റുമെന്നറിയാവോ? അത് ഈശോ പറഞ്ഞതാണ്. ഈശോ പറഞ്ഞല്ലോ, അതായത് നിങ്ങളോട് 1 മൈൽ ദൂരെ പോകാൻ നിങ്ങളോട് നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ അതാണ് സംഭവം. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളത് മിനിമൈസ് ചെയ്യരുത്. അതാണ് ഞാൻ കരുണക്കൊന്തയ്ക്കെതിരെ സംസാരിക്കണത്. അതായത് ഒരു അപ്ഡേഷൻസ് സഭയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി റേഞ്ചുള്ളതായിരിക്കണം, അല്ലാതെ ഉള്ളത് കൂടി ഇല്ലാണ്ടാക്കരുത്. കരുണക്കൊന്ത എന്ന് പറയുമ്പോൾ കൊന്തയാണ്, പക്ഷെ നിങ്ങളത് നമ്മളുടെ സമ്പൂർണ്ണ ജപമാലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ദാറ്റ് ഇസ് നോൺ സെൻസ്. അതായത് സമ്പൂർണ്ണ ജപമാലയില്ലേ, അതിനകത്താണ് രക്ഷാകരമായ ഫുൾ രഹസ്യങ്ങളുള്ളത്. കണ്ണക്കൊന്തയിൽ പാഷൻ മിസ്റ്റീസും ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചോദിക്കുന്ന ഒറ്റ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്നുള്ളത് ഇതിനകത്ത്. അപ്പോഴത് സമ്പൂർണ്ണ ജപമാലയ്ക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, കണ്ണക്കൊന്ത. പക്ഷേ സമ്പൂർണ്ണ ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അങ്ങനെ വന്നാൽ വീണ്ടും സാത്താൻ അവസരമാകും. സഭ ഇത്തിരി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ ഇത്തിരി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം കരുണക്കൊന്ത തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കരുണക്കൊന്തക്കാരല്ല, ഈ ജപമാല മാറ്റിയിട്ട് കരുണക്കൊന്ത മാത്രമാക്കിയ ആൾക്കാർ ഒന്ന് വീണ്ടും വിചാരം നടത്തേണ്ടതാണ്. ശ്രുതികടെ ഹല്ലേലൂയ. ലൂക്ക് മത്തായി ശ്ലീഹ സുവിശേഷം 5:41. ശ്രുതികടെ ഹല്ലേലൂയ. 1 മൈൽ ദൂരെ പോകാൻ പറഞ്ഞ 1 മൈൽ ദൂരെ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. 1 മൈൽ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും 1/2 മൈലാണ് പോണത്. അതാണ് പ്രശ്നം. ഇപ്പോൾ കൃപാറോയി എന്താ ചെയ്തത്? 10 മാസം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അത് 3 കെട്ടാക്കി. പിന്നെന്താണ്? വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് അവൾ ഉണ്ടാക്കിയതാണ്. അവളുണ്ടാക്കിയ വേറെ കുറേ കാര്യമുണ്ട്. അത് ഒരു ഉടമ്പടി നിലനിൽക്കുമ്പോൾ തന്നെ അവൾ സ്വകാര്യമായി കർത്താവുമായിട്ട് വേറൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ പച്ച പേപ്പർ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ആത്മവിശുദ്ധീകരണത്തിനും പ്രാർത്ഥന ഫലത്തിനും വേണ്ടിയതും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ആ ഉടമ്പടി എന്തുമാത്രം ഹരിച്ച് ഗുണിച്ചും കൂട്ടിയും കുറച്ചുമൊക്കെയാണ് കൃത്യമായിട്ട് നോക്കണത്. ചിലർ ആ ഉടമ്പടി പത്രം വായിച്ചു പോലും നോക്കത്തില്ല. അതൊക്കെയാണ് ഈ പ്രശ്നം വന്നത്. പക്ഷേ ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് ഈ 5:41 വെച്ചാണ്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവത്തോടെ സ്നേഹത്താൽ നിങ്ങളതിൻ്റെ കൂടുതലാണ് ചെയ്യേണ്ടത്, കുറച്ചല്ല ചെയ്യേണ്ടത്, കൂടുതലാണ് ചെയ്യേണ്ടത്. ഇപ്പം നെവിൻ ജോസഫിൻ്റെ സാക്ഷ്യം അതാണ് ചെയ്യണത്. എന്താണ്? അതായത് എല്ലാ സ്ഥലങ്ങളിലും ഈ മനുഷ്യൻ പോയി തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പരിശുദ്ധ പ്രവർത്തനം എക്സാമിനറിന് വരെ കൊടുത്തിട്ടാണ് എക്സാം ഹോളിൽ കയറണത്. എക്സാമിനർ സാറേ ഇത് വായിക്കും, സൂപ്പർ സംഭവമാണ്. ഈശോ ആരാണെന്ന് മനസ്സിലാകുന്ന എക്സാം ക്ലാസ്സിൽ എഴുതാൻ കയറാൻ പോയി രണ്ടാമത്തെ പരീക്ഷയ്ക്ക് കയറാൻ പോകുമ്പോൾ എക്സാമിനൊരു പത്രം കൊടുക്കും. അതായത് അഭിഷേകം ധൈര്യമായിരിക്കും മനുഷ്യനെ. അത് വായിക്കുന്നത്. ഇപ്പോൾ കൃപാസനം പത്രം എന്തുമാത്രം ഭാഷയിലുണ്ട്. ഇപ്പോൾ ഇറ്റാലിയനുണ്ട് അല്ലേ, ഹിന്ദിയുണ്ട്, മറാഠിയുണ്ട്, തമിഴുണ്ട്, ആന്ധ്ര, പിന്നെ പുതിയ ഭാഷയിലൊക്കെ പത്രം വരാൻ പോകുന്നുണ്ട്. കാരണം ആർക്കെങ്കിലുമൊക്കെ മറ്റു ഭാഷയിലുള്ളവർക്കൊക്കെ ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെ കൃപാസനം പത്രം ചെയ്യണം തോന്നിയാൽ നിങ്ങൾ പത്രം എടുത്ത് വെച്ച് കറക്റ്റ് ചെയ്ത് DTP ചെയ്ത് ഇങ്ങോട്ട് തരിക. ഞങ്ങൾ വേറെ ഇതിൻ്റെ ഭാഷയുടെ ക്വാളിറ്റിയുള്ള ആൾക്കാരെ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ കറക്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ പോർട്ടുഗീസിലൊക്കെ കൃപാസനം പത്രം വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും. കാര്യം ഇത് നമുക്കറിയാവില്ല, സമയം ഘടികാരം നെഞ്ചൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവിൻ്റെ മെസ്സേജാണ് ഇന്ന് ഉടമ്പടിയായി ലോകം മുഴുവനും പ്രചരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിൽക്കേണ്ട വിഷയമല്ല. സാർവത്രിക സഭ മാർപ്പാപ്പ ഈ വിഷയം ഏറ്റെടുത്ത് പന്തിഫിക്കൽ കമ്മീഷനെ കൊണ്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കമ്മീഷൻസ് പഠിച്ചിട്ട് റിപ്പോർട്ട് പോകണം. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള വലിയ അടയാളങ്ങൾ ദൈവം നമുക്ക് തരണം. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ത്യാഗം അനുഭവിക്കണം, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും കൂടുതൽ ത്യാഗം അനുഭവിക്കണമെന്ന് പറയാൻ കാര്യം ഇതാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങളിതൊക്കെ ചെയ്യാൻ.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മ തന്ന ഉടമ്പടിയുടെ മർമ്മമായ മാതാവിന്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാനും ലോക സമൂഹത്തോട് ദൈവത്തിന്റെ തിരുമനസ് ഈ വർത്തമാന കാലത്തെ തിരുമനസ് വെളിപ്പെടുത്തുവാൻ എന്നെ സ്വർഗത്തിന്റെ തിരുമനസിന്റെ ഉപകരണമാക്കണമേ. എടുത്തു പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് സാക്ഷ്യങ്ങൾ നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അനുസ്മരിക്കേണ്ടതാണ്. ഇപ്പോഴേ കാണുന്ന ദർശനം, കർത്താവ് ഒരു നീല ജലാശയം ഇങ്ങനെ സ്ലേറ്റ് പോലെ കിടക്കുന്നതാണ്. അതായത് കർത്താവിൻ്റെ വചനം 23-ാമത്തെ സങ്കീർത്തനമാണ്. ശാന്തമായ ജലാശയത്തിലേക്ക്, നിശ്ചലമായ ജലാശയത്തിലേക്ക് ഞാൻ നിന്നെ നയിക്കും. അത് വാഗ്ദാനമാണ്. അങ്ങനെ 5582 വാഗ്ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് നിശ്ചലമായ ജലാശയത്തിലേക്ക് ഞാൻ നിന്നെ നയിക്കും എന്നുള്ളത്. കർത്താവ് നമ്മളെ പ്രശാന്തതയിലേക്ക് നയിക്കും. നിന്റെ ഹൃദയത്തെ സമാധാനപ്പെടുത്തും. അലകടൽ പോലെ വ്യത്യസ്തമായ കാരണങ്ങൾക്ക് വേണ്ടി അലതെല്ലുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുമെന്നാണ് ഈ സന്ദേശത്തിൻ്റെ ദൈവിക മനസ്സ്. കർത്താവേ, ഞങ്ങളെ എക്കാലവും ആശ്വസിപ്പിക്കുന്ന ദൈവമേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ഇപ്പോഴ് ദിവ്യകൃപാനയിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ ജീവിത മണ്ഡലങ്ങളിൽ വ്യക്തമാകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ തിരുമുറിവാർന്ന വലത്തുകരം, അണിപ്പഴുതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും സ്നേഹത്തോടെ സൗഖ്യത്തിനായി വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. കർത്താവേ, രോഗികളെ നീ ഏറ്റെടുക്കണമേ. രോഗികളുടെ മേൽ നിന്റെ കൈകളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങേ പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ. തൊണ്ടയിൽ മുഴയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, ശിരസ്സിന് രക്തോട്ടമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ശ്വാസകോശ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, നടുവിലിന് വേദന ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, നടുവിൽ പ്രൊലാപ്സ് ആയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, പിതാവായ ദൈവമേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അവിടുത്തെ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. കരൾ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. ഹൃദയ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, ഉദര രോഗികളെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. എല്ലാ യൂട്രസിലും കർത്താവേ, യൂട്രസ് ഇഷ്ടമുള്ളവരെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഗർഭാശയത്തിൽ ശിഷ്ടമുള്ളവരെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാധാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്തിലെ മാരക രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. അങ്ങേപ്പത്തന്നെ യേശുക്രിസ്തു നാമത്തിലെ അവിടുത്തെ കൈകൾ നീട്ടണമേ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. വ്യാധികള്, വാതരോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ മുഴുവൻ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവരെ യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ രസകരമായ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഈ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ പ്രൈവറ്റായ കാര്യമാണ്. വിശ്വാസം ആപ്ലിക്കേറ്റ് ചെയ്യുന്ന വിധം അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ്. ഒരമ്മയുടെ കുഞ്ഞിൻ്റെ വയറ് കുടൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ വൈദ്യശാസ്ത്രം ഏറെക്കുറെ കൈവിട്ട അവസ്ഥയാണ്. ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. കുഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ സാധ്യതയില്ല. അപ്പം അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉടമ്പടി തൈലം എടുത്തിട്ട് അവരുടെ വയറ്റിൽ യേശുവിൻ്റെ നാമത്തിൽ പേരിട്ടി. എന്ത് ചെയ്തു എന്നല്ല, ആരുടെ പേരിൽ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കാര്യം നമുക്ക് രക്ഷയും വിടുതലും ദൈവം നൽകുന്നത് അവൻ്റെ നാമത്തിൽ മാത്രമാണ്. അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണത്. അത് ഫെയ്ത്ത് ആപ്ലിക്കേഷൻസ് ആണ്. ഫെയ്ത്ത് ആപ്ലിക്കേഷൻസ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. വിശ്വാസത്തെ ആപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതികൾ കർത്താവ് തന്നെ തുപ്പലുണ്ടാക്കി നാവിൽ തൊട്ടത് നമ്മൾ ബദിരൻ്റെ കാര്യത്തിൽ വായിക്കുന്ന ആപ്ലിക്കേഷൻസാണ്. അത് ഈശോ സ്വതസിദ്ധമായിട്ട് കർത്താവ് പരിശുദ്ധാത്മാവ് ഈശോക്ക് തോന്നിച്ച ഒരു ആപ്ലിക്കേഷൻസാണ്. അതെല്ലാം വ്യക്തിപരമായ ആപ്ലിക്കേഷൻസാണ്. ചിലർ കർത്താവിനെ കണ്ടപ്പോൾ മേൽക്കൂര പൊളിച്ച് കളഞ്ഞ് വീടിൻ്റെ അത് കട്ടിലോടുകൂടി രോഗികളെ ഇറക്കി. അതും ഫെയ്ത്ത് ആപ്ലിക്കേഷൻസാണ്. അവരുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അവരുടെ വിശ്വാസം അവൻ കണ്ടെന്നോ. ഒരു വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്. അത് സുവിശേഷവിഹിതമായ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ദൈവം ഇന്നും അത്തരം കാര്യങ്ങൾക്ക് അടയാളം നൽകിക്കൊണ്ട് തന്നെ സാന്നിധ്യം അംഗീകരിക്കുന്നത്, സാന്നിധ്യം സംലഭ്യമാക്കുന്നത്. അതുപോലെ തന്നെ ആണ് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ യേശുനാമത്തിലാണ് നിൽക്കുന്നത്. അവൻ കാലദേശങ്ങൾക്ക് അതീതനായതുകൊണ്ട് ഏത് കാലത്തും ഏത് നാട്ടിലും ജീവിക്കുന്ന ആൾക്കാർ, നിൻ്റെ ബന്ധുക്കൾ സുഖപ്പെടാൻ വേണ്ടി അവരുടെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മരിച്ചുപോയ ഒണേസിമസ് ഈ ലോകത്തില്ലാത്ത ആളാണ്. ഈ ലോകത്തില്ലാത്തവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നത് ബൈബിളിൻ്റെ വിശുദ്ധ പാരമ്പര്യമാണ്. ബൈബിളിൽ മാത്രം നടക്കുന്ന കാര്യമാണത്. ബൈബിളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് പലതും. അതുകൊണ്ട് തന്നെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അകലെയിരിക്കുന്ന അന്യരാജ്യങ്ങളിലിരിക്കുന്ന നിൻ്റെ മക്കൾ രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി നിൻ്റെ അവയവത്തെ അവരുടെ അവയവത്തിന് ഉള്ള രോഗത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് യേശുനാമത്തെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. മാർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പല സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഡിവൈഡ് ഓഫ് എനി
ഫിസിക്കൽ സപ്പോർട്ടെന്ന്. ഭൗതികമായി യാതൊരു സാധ്യതയുമില്ലാത്തപ്പോഴും കടങ്ങൾ പരിഹരിക്കുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾ വായിക്കുന്നതാണ് യൂട്യൂബിലെ. ജീവിത മണ്ഡലങ്ങളിൽ സമാധാനവും സങ്കടം അനുഭവിക്കുന്നവരുണ്ട്, വിവാഹം ഒത്തുവരാത്തതിൻ്റെ പേരിൽ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 10-22 വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, 20 വർഷമായിട്ട് മക്കളില്ലാത്തവർ, അവരെല്ലാം ഇവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയണം നമ്മൾ കണ്ടതാണ്. കല്ലിൽ നിന്ന് എബ്രായ സന്തതി ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ ദൈവത്തിൻ്റെ കഴിവിലാണ് നമ്മുടെ വിശ്വാസം. മക്കളില്ലാത്തൊരു തങ്ങളുടെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ മക്കൾക്കാണ് മക്കളില്ലെങ്കിലും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഈ സമയത്ത് സ്വന്തം വയറ്റിൽ കൈവച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. അവിടെ ഗർഭപാത്രത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉള്ള ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, വേണ്ടത്ര ശമ്പളം കിട്ടാത്തവരുണ്ട്, ജോലി സംബന്ധമായ എക്സാം പ്രോസസ്സിലിരിക്കുന്നവരുണ്ട്. അവരിപ്പോൾ അടുത്ത അറിയിൽ ഓർക്കുന്നു, പ്രൊഫഷണൽസിനെ ഓർക്കുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ള ഒത്തിരി അനേകായിരം പ്രൊഫഷണൽസ് ഉണ്ട്. ഉടമ്പടിയിൽ ഇരിക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ, പരീക്ഷ കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റീ എക്സാമിന് കൊടുത്തിട്ടുള്ളവർ, റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന. കേസിൽ അകപ്പെട്ടു പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വീടില്ലാത്തവർ, വീടിന് സ്ഥലമില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളാൽ ലോണായി പോയിട്ടുള്ളവർ, ജപ്തിയായി പോയിട്ടുള്ളവർ, എല്ലാവരും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിസയ്ക്ക് പോയിട്ട് ജോലി കിട്ടാതെ അരഞ്ഞു നടക്കുന്നവർ, വീട്ടിൽ നിന്ന് പണം അയച്ചു കൊടുത്തിട്ട് ഭക്ഷണത്തിനുള്ള വക കൊടുത്ത് അത്രയും വേദനിച്ച് കഴിയുന്നവർ, മാതാപിതാക്കന്മാർ തമ്മിൽ ഭിന്നതയിൽ അകന്നിരിക്കുന്നവർ, സഫർ ചെയ്യുന്ന മക്കൾ, കുടുംബ ജീവിതം തകർന്നിരിക്കുന്നവർ, കുടുംബ കോടതിയിലൊക്കെ അലഞ്ഞു നടക്കുന്നവർ, ദൈവികമായ പദ്ധതിക്ക് എതിരെ നിൽക്കുന്നവർ, അവരെല്ലാവരും ഈ സമയത്ത് ദേവാലയ കർത്തൃദിവസത്തിന് സമർപ്പിക്കുന്ന. ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവരെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളെ ജീവിത മണ്ഡലങ്ങളിലേക്കും ജീവിത വിളികളിലേക്ക് പറഞ്ഞയക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, ഒരു ബന്ധുവിനെ പോലും സ്വന്തം വീട്ടിലോട്ട് വിളിക്കാൻ പറ്റാതെ അത്രയ്ക്ക് അരാജകത്വത്തിൽ വിഷമിക്കുന്നവരെ, തെറ്റായ പ്രണയബന്ധങ്ങൾ കുടുങ്ങിപ്പോയ മക്കൾ, അവിടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. മക്കളെ സുഖപ്പെടുത്തി മാതാപിതാക്കന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ നഷ്ടപ്പെട്ട മക്കൾ, തെറ്റായ പ്രണയങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കൾ, മയക്കുമരുന്നിൽ കുടുങ്ങിപ്പോയ മക്കളെ കർത്താവ് വിടുവിച്ച് നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാൻ പോകുന്ന സമയമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തണമേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും നിറയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ.
മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ